കുറഞ്ഞ ചേരുവ വെച്ചിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ചായക്കടികളുടേതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി വെക്കാനും കൂടെ പറ്റിയ അടിപൊളി പലഹാരങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ റെസിപ്പി കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു വെറൈറ്റി പോളയുടേതാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മീഡിയം സൈസിലുള്ള ഒരു 3 ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റർ കയ്യിലില്ലെങ്കിൽ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതിയാവും. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും, ക്യാരറ്റിലൊക്കെ നന്നായിട്ട് മധുരമൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ പഞ്ചസാര ചേർക്കുന്ന കാരണം ക്യാരറ്റിൽ വെള്ളം ഉണ്ടായിട്ട് വരും. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി ക്യാരറ്റ് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടണം. നന്നായിട്ട് വെന്ത് കിട്ടിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് നിർബന്ധമൊന്നുമില്ല, പാലിന് പകരം മുട്ട മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. പാലും കൂടി ഉണ്ടാകുമ്പോൾ ഒന്നും കൂടെ കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. മുട്ട മാത്രമായാലും നല്ലത് തന്നെയാണ്. ഇനി ഇതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഓപ്ഷനിലാണ്, ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. പഞ്ചസാരയും മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് അടിഞ്ഞ് കിട്ടണം. പഞ്ചസാര എന്നാൽ അതിൽ മെൽറ്റായിട്ട് കിട്ടിയാൽ മതിയാവും. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു സമയത്ത് കളർ ചെറുതായിട്ടൊന്ന് യെല്ലോ കളറായിട്ടുണ്ടാവും. പിന്നെ ഇടയ്ക്കൊന്ന് കടിക്കാൻ നട്ട്സ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇടയ്ക്ക് കടിക്കുന്ന സമയത്ത്. ഇനി ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ക്യാരറ്റ് അവിടെയും ഇവിടെയായിട്ട് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് മിക്സാക്കി കൊടുക്കുകയും ചെയ്യാം. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15-20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അടി പിടിക്കുന്ന പേടിയുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും അലൂമിനിയത്തിൻ്റെ അടുപ്പുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല, നോൺ സ്റ്റിക്കിൻ്റെ കടായി ആയത് കാരണം അടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ മുകൾ ഭാഗമൊക്കെ നല്ല സെറ്റായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു പാനിലേക്കൊന്ന് മറിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം തന്നെയാണ്. ഡെസേർട്ടായിട്ടും സെർവ് ചെയ്യാവുന്നതാണ്. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. മലബാർ ഏരിയകളിൽ പണ്ട് തൊട്ടേ ഉണ്ടാക്കി പോരുന്ന ഒരു നാടൻ റെസിപ്പിയാണ് അടുത്ത റെസിപ്പി. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. കുറച്ച് കാലം കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം. നല്ല അടുപ്പുള്ള പാത്രത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കാലം കേടുകൂടാതെ വെക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു സ്നാക്കിലേക്ക് 2 അച്ച് ശർക്കര മതിയാവും. 2 അച്ച് ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കാം. ഞാനിപ്പോൾ വേറൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ അതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ആവശ്യമുള്ളത് കാരണം കുറച്ച് കൂടുതൽ അളവിൽ ഒന്നിച്ച് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്കിലേക്ക് 2 അച്ച് ശർക്കര തന്നെ മതിയാവും. അപ്പോൾ ശർക്കര അവിടെ മെൽറ്റായിട്ട് വരുമ്പോഴത്തേക്ക് ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 4 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകരുത് കേട്ടോ. ഈ ഒരു സമയം തന്നെ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മൾ മെൽറ്റാക്കി എടുത്തിട്ടുള്ള ശർക്കരപ്പാനി അളവ് കപ്പിലെടുത്തിട്ട് ഒന്ന് അളന്നെടുക്കണം.
ഇതുപോലുള്ള കപ്പ് തന്നെ വേണമെന്നില്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതിയാവും. ഞാനിപ്പോൾ ശർക്കരപ്പാനിയും വെള്ളം കൂടെ 1.5 കപ്പ് വെള്ളം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അളന്നെടുക്കുന്ന സമയത്ത് ശർക്കരപ്പാനിയും കൂടെ ചേർത്തിട്ട് അളന്നെടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ മിക്സും കൂടെ ചേർത്തിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കരിഞ്ജീരകത്തിന് പകരം എള്ളുണ്ടെങ്കിൽ എള്ളായാലും മതിയാവും. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് 1.25 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അഥവാ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊടി നോക്കിയിട്ട് ചേർത്തിട്ട് മിക്സാക്കി എടുക്കുകയും ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടാറി കിട്ടിയാൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് കുഴച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഈ ഒരു മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇതുപോലെ ഉരുട്ടിയിട്ട് സെൻറ്ററിലായിട്ട് വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇതുപോലെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. ഒരുപാട് കട്ടിയായിട്ട് ഉണ്ടാവരുത്. അങ്ങനെ ആകുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ഭാഗമായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് കളറൊക്കെ മാറി നല്ല മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നല്ല അടപ്പുള്ള പാത്രത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കാലം കേടുകൂടാതെ നിൽക്കുകയും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി പലഹാരമാണ് അടുത്ത റെസിപ്പി. ഇതും ഒരു നാടൻ പലഹാരം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചില പൊടികൾക്ക് കൂടുതൽ വെള്ളം വേണ്ടി വരും, ചില പൊടികൾക്ക് ഇത്ര തന്നെ വെള്ളം വേണ്ടി വരില്ല. 1 കപ്പ് പൊടിക്ക് 1 കപ്പ് തന്നെ മതിയാവും. പക്ഷേ എൻ്റെ അടുത്തുള്ള പത്തിരിപ്പൊടിക്ക് 1 കപ്പിന് 1.25 കപ്പ് വെള്ളമാണ് കറക്റ്റ് പാകം. അപ്പോൾ പൊടി ചേർത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വന്നാൽ ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ കുഴച്ചെടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് കുഞ്ഞു ബോൾസാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാതും ഇതുപോലെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിലേക്ക് ഇട്ടിട്ട് താഴ്ഭാഗത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന് മുകളിലേക്കായിട്ട് സ്റ്റീമർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ആവി കയറ്റിയെടുക്കാം. ഇഡ്ഡലി ചെമ്പിലായാലും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആവിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തത് കാരണം നല്ല സോഫ്റ്റായിട്ടാണ് ഈ ഒരു ബോൾസ് ഉള്ളത്. ഇനി ഇതിലേക്കൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 അച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഒന്ന് കുറുകി കിട്ടണം. മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഈ ഒരു ശർക്കരയിൽ വലിയ വേസ്റ്റൊന്നും ഇല്ലാത്തത് കാരണം അരിച്ചെടുക്കുന്നൊന്നുമില്ല. പിന്നെ നല്ല വേസ്റ്റുള്ള ശർക്കരയാണെങ്കിൽ ഒന്ന് അരിച്ചെടുത്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം.
തേങ്ങ ചിരകിയത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം പോലെ ഉള്ളത്, അപ്പോൾ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ തേങ്ങയിലൊക്കെ ആ ഒരു ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അപ്പോൾ ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോൾസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇനി അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ശർക്കരയ്ക്ക് ഏകദേശം ഈ ഒരു ബോൾസിലും ഉള്ളിലേക്കൊന്ന് പിടിക്കാനും നല്ലതാണ്. ഇനി ഇതിൽ ശർക്കരയുടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ നല്ല കുറുകിയിട്ടിരിക്കണം കേട്ടോ. പിന്നെ ശർക്കര വെള്ളം പോലെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വറ്റിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ചീകിയിട്ട് അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ഒന്ന് കുറുകിയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് കുറുകിയിട്ട് ആ ഒരു തേങ്ങയിലും ഈ ഒരു ബോൾസിലൊക്കെ നന്നായിട്ട് മിക്സായിട്ട് ഒന്ന് ചൂടാറിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുകയും ചെയ്യും. രാവിലത്തേക്കായാലും വൈകുന്നേരത്തേക്കായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്, ഒരു നാടൻ പലഹാരമാണ്. മധുരമുള്ള കൊഴുക്കട്ട തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത റെസിപ്പി കാണുന്ന പോലെ തന്നെ നല്ല മൊഞ്ചുള്ള, കഴിക്കാനായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ മുട്ട പക്കവടയുടേതാണ്. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു 4 മണി പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള 2 സവാള ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള അരിഞ്ഞെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇതളാക്കിയിട്ട് കൈ വെച്ചിട്ടൊന്ന് വേർതിരിച്ച് കൊടുക്കണം. അപ്പോഴാണ് ഈ ഒരു സ്നാക്കിന് ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് കനം കുറഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദയും കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു കട്ടിയായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. ലൂസായി പോവുകയോ ചെയ്യരുത്. അങ്ങനെയാകുമ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ചൊരു കട്ടിയായിട്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഈ ഒരു സമയത്ത് ഞാനൊരു 4 കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ 4ആക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാറ്ററും മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്നാക്ക് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയം കൊണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്ന് കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് മുട്ടയുടെ ഒരു പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മുട്ട ഈ ഒരു ഉള്ളിയുടെ മിക്സ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് എടുക്കണം. അപ്പോൾ പാകത്തിന് കട്ട് ചെയ്ത കാരണം കറക്റ്റായിട്ട് കോട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റുകയും ചെയ്യും. ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് കയ്യിൽ കടലപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് കടലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഒരു ഭാഗമായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നല്ല കളറ് മാറി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട പക്കവടയാണ്. അപ്പോൾ ഈ ഒരു പൊക്കവട നന്നായിട്ട് മൊരിഞ്ഞ് ഒരുപാട് കരിഞ്ഞ് പോവണ്ട, നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെയാകുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുറം ഭാഗത്ത് ഉള്ളിവടയുടെ ഒരു ടേസ്റ്റും ഉൾഭാഗത്ത് ആ ഒരു മുട്ടയുടെ പീസും കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ഐറ്റം തന്നെയാണ് അടുത്ത റെസിപ്പി. റവ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല.
ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് റവയാണ്. മെഷറിംഗ് കപ്പ് തന്നെ എടുക്കണമെന്നില്ല, നമ്മൾ ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതിയാവും. അപ്പോൾ 1 കപ്പ് മൈദ എടുക്കുമ്പോൾ അതിൻ്റെ പകുതിയായിട്ട് റവ എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കായാണ്. പെട്ടെന്ന് കുറച്ച് ഏലക്കായ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ചെറിയൊരു കട്ടിയിലുള്ള മാവാക്കി റെഡിയാക്കി എടുക്കണം. അപ്പോൾ കുറേശ്ശെയായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് തിളച്ചിട്ടുള്ള വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇളം ചൂടുള്ള വെള്ളം തന്നെ മതിയാവും. നമ്മുടെ വിരലിട്ടാൽ തൊടാനൊക്കെ പറ്റിയ ആ ഒരു രീതിയിലുള്ള ചൂട് മതിയാവും. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു കട്ടിയായിട്ടുള്ള ബാറ്ററാക്കി റെഡിയാക്കി എടുക്കാം. മിക്സാക്കി എടുക്കുന്ന സമയത്ത് അതിലേക്ക് പാകത്തിനൊരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവ രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഉപ്പും ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ ഭാഗത്തൊന്നും മിക്സായിട്ട് കിട്ടണം. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലും കൂടെ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ഓരോ തവി മാവായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ മാവ് ഒരുപാട് ലൂസായിട്ട് പോവരുത്. നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം മാവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇനി അഥവാ ഒരുപാട് കട്ടിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി കൊടുത്താലും മതിയാവും. ഇനി ഓരോ തവി മാവായിട്ട് ആദ്യം എണ്ണയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ മുകളിലേക്കായിട്ട് പൊങ്ങി വരും. ആ ഒരു സമയത്ത് മുകളിലേക്ക് ഈ ഒരു ചട്ടുകം വെച്ചിട്ട് മുകളിലേക്ക് എണ്ണ ഇതുപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊള്ളച്ച് നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. ഇനി താഴ്ഭാഗം ആയി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് ഭാഗവും കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ഒരു സൈസിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു സമയത്ത് ഒന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനേ പറ്റിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയ അപ്പാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ഒരേ സമയത്ത് തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ ഉൾഭാഗമൊക്കെ നല്ലതായിട്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ രണ്ട് ഭാഗവും കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ മാത്രം എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ മുകൾ ഭാഗം കുറച്ചൊരു ക്രിസ്പി ആയിട്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം.